വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഓ ഇന്നെന്താ ഉണ്ടാക്കേണ്ടത്? പുളിയോ? ഓക്കെ, എന്നാ നമുക്ക് ഇന്നൊരു പുളി ഉണ്ടാക്കിയാലോ? വാ പോവാ. ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഈ ചട്ടിയിലാണ് നമ്മൾ പുളി വെക്കാൻ പോണത്. ഞങ്ങളിവിടെ പുളി വെക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ പുളിയില്ലേ, അത് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ്, വെള്ളത്തിൽ മിക്സ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുളി മിക്സ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം വേണം കേട്ടോ. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പുളി വെക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് വെള്ളം എടുക്കുന്നത്. ഇനി ഈ ഒരു മിക്സിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്, അതായത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ടടുത്ത് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് ചേർത്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇപ്പുറത്ത് ഈ പുളിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പം ഞാനിത് കോരി എടുത്തിട്ട് ഇപ്പുറത്തെ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഇല്ലേ, ഇത് ഈ പുളിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നാലോ പിന്നെന്താ തരാലോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പുളീന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ഇതിൽ എന്തൊക്കെയാട്ടെന്ന് അറിയോ? ഇതിൽ കടുക്, ഉലുവ, എള്ള്, നല്ല ജീരകം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതെന്താ അറിയോ? അത് നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പുളി റെഡി. ഹാപ്പി? അപ്പോൾ നമ്മുടെ പുളി ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല തിക്കായി വരുന്നുണ്ട്, പിന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.